നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 7 വെള്ളിയാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. This part of the program sponsored by Tharawad Restaurant, Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. അതിതീവ്ര ചുഴലിക്കാറ്റായ ആൽഫ്രഡ് തീരത്തെത്തിയതോടെ തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡ് വടക്കൻ NSWയിലും 10,000-കണക്കിന് ആളുകൾ കനത്ത പ്രതിസന്ധിയിൽ. ചുഴലിക്കാറ്റ് തീരത്തേക്ക് നീങ്ങുന്നതിനാൽ ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കുവാൻ ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട്. മിക്കയിടത്തും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട സ്ഥിതിയിലാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നുമാണ് ആളുകളോട് ഒഴിഞ്ഞു പോകുവാൻ ഉത്തരവ് നൽകിയിരിക്കുന്നത്. മൊറേറ്റൻ ദ്വീപിനും ബൈറോൺ ബേക്കും ഇടയിൽ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് ആഞ്ഞുവീശിയത്. പ്രതിസന്ധിയെ നേരിടുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പ്രീമിയർ ഡേവിഡ് ക്രിസഫുള്ളി വ്യക്തമാക്കി. കോമൺവെൽത്ത് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ അതിന്റെ ടെക്നോളജി വിഭാഗത്തിൽ നിന്ന് 164 ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നു. കഴിഞ്ഞ വർഷം നിയമിച്ച 1200 പുതിയ ആളുകൾ ഉൾപ്പെടെ 12,000-ലധികം ആളുകൾ ടെക്നോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ബാങ്ക് അറിയിച്ചു. തീരുമാനം ബാധിച്ച ജീവനക്കാരെ കൂടുതൽ വൈദഗ്ധ്യം നൽകി വീണ്ടും പുനർവിന്യസിക്കുമെന്ന് ബാങ്ക് വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവങ്ങളും ഫലങ്ങളും നൽകുന്നതിനായി കമ്പനി അവലോകനത്തിന് ശേഷമാണ് തീരുമാനമെന്ന് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം പുതിയ അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കുന്ന പശ്ചാത്തലത്തിൽ ജനുവരിയിൽ ഭവന അംഗീകാരങ്ങൾ പുതിയ റെക്കോർഡ് ഉയരത്തിലേക്ക് ഉയർന്നുവെന്ന ഔദ്യോഗിക കണക്കുകൾ. പുതുതായി നിർമ്മിക്കുന്ന വീടുകളുടെ മൊത്തം മൂല്യം ജനുവരിയിൽ റെക്കോർഡ് ഉയരത്തിലെത്തി. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള പുതിയ കണക്കുകൾ പ്രകാരം കെട്ടിട അംഗീകാരങ്ങളിൽ $7.9 ബില്യൺ വർധനവും റെസിഡൻഷ്യൽ കെട്ടിട മൂല്യങ്ങൾ റെക്കോർഡ് ഉയർന്ന നിരക്കായ $9.04 ബില്യൺ എത്തി. സിഡ്നിയിലേക്ക് പോകുകയായിരുന്ന ജെറ്റ് സ്റ്റാർ വിമാനത്തിൽ തോക്കുമായി കയറിയ കൌമാരക്കാരനെ വിമാനത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് പിന്നാലെ വിക്ടോറിയയിലെ അവലോൺ വിമാനത്താവളം താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചു. തോക്ക് കണ്ടെത്തിയതോടെ കൌമാരക്കാരനെ യാത്രക്കാരും പൈലറ്റും ചേർന്ന് തടഞ്ഞുവെക്കുകയും തുടർന്ന് പോലീസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു. കാൻബറയിലുടനീളം നടന്ന കാർ മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് 7 കൌമാരക്കാർ അറസ്റ്റിലായി. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കാൻബറയിലുടനീളം നടന്ന ഡസൻ കണക്കിന് കാർ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് കൌമാരക്കാരെ ACT പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 1 മുതൽ ഈ പ്രദേശത്ത് 196 വാഹന മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വാഹനമോഷണം, മോഷ്ടിച്ച വാഹനം ഓടിക്കൽ തുടങ്ങി വിവിധ കുറ്റങ്ങളാണ് 7 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൌൺസിൽ അംഗീകാരം ലഭിച്ചതിനു ശേഷവും വിക്ടോറിയയിലെ എസോട്ടറിക് ഫെസ്റ്റിവൽ റദ്ദാക്കി. ബുള്ളോക്ക് ഷെയർ കൌൺസിൽ പ്ലാനിംഗ് പെർമിറ്റ് അനുവദിച്ചിരുന്നുവെങ്കിലും മുൻപുണ്ടായ സുരക്ഷാ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കാത്തതിനാൽ മുനിസിപ്പൽ ബിൽഡിംഗ് സർവേയർ ഇവന്റ് പെർമിറ്റ് നിഷേധിച്ചു. ഫെസ്റ്റിവലിന്റെ സംഘാടകർ ഈ തീരുമാനത്തിൽ കടുത്ത നിരാശ പ്രകടിപ്പിച്ചു. ടിക്കറ്റുള്ളവർക്ക് 2026 പുനഃക്രമീകരിച്ച ഇവന്റിലേക്ക് പങ്കെടുക്കാനുള്ള അനുമതി നൽകുകയോ അല്ലെങ്കിൽ ഫണ്ട് റീഫണ്ട് ഏർപ്പാട് ചെയ്യുകയോ ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. അഡ്ലൈഡിന്റെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശമായ സ്റ്റീൽ ആക്രമണത്തെ തുടർന്ന് ഒരാൾ മരിച്ചു. 2 പേർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ ഉൾപ്പെട്ട മറ്റൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൈവശമുള്ളവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിന് ദൃക്സാക്ഷികളാകുന്നവർ ക്രൈം സ്റ്റോപ്പേഴ്സിന്റെ 1800333300 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അഗാധ ഗർത്തം വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പുരാതന പിൽപ്പട മേഖലയിൽ കണ്ടെത്തി. ഗർത്തത്തിന് 3.47 ബില്യൺ വർഷം പഴക്കമുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 100 കിലോമീറ്ററാണ് ഗർത്തത്തിന്റെ വീതി. നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേർണലിൽ വിശദമാക്കിയിരിക്കുന്ന ഗർത്തത്തെ കർട്ടൺ യൂണിവേഴ്സിറ്റിയിലെ ജിയോളജിസ്റ്റുകൾ നോർത്ത് പോൾ ക്രേറ്റർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പോലീസിന്റെ നിർണായക നീക്കം. അഫാൻ ഇളയ മകനെ ആക്രമിച്ച വിവരം ആശുപത്രിയിൽ കഴിയുന്ന ഉമ്മ ഷെമിനയെ അറിയിച്ചു. സൈക്കാട്രി ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ പിതാവ് അബ്ദുൾ റഹീമും ബന്ധുക്കളുമാണ് വിവരം ഷെമീനയെ അറിയിച്ചത്. താനൂരിൽ
സന്നൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥികൾ മുംബൈയിലെത്തിയതായി സൂചന. വിദ്യാർത്ഥിനികൾ മുംബൈയിലെ സന്നൂരിലെത്തി മുടിവെട്ടി. കുട്ടികളുടെ കൈവശം ധാരാളം പണമുണ്ടായിട്ടുണ്ടെന്ന് സലൂണിലെ ജീവനക്കാരി പറഞ്ഞു. കുട്ടികൾ സലൂണിലെത്തുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. തെലങ്കാനയിലെ ദുരന്തത്തിൽ കുടുങ്ങിയ 8 പേർക്കായുള്ള തിരച്ചിൽ ദൌത്യത്തിന് കേരള പോലീസിന്റെ കഡാവർ നായ്ക്കളും. കേരളത്തിൽ നിന്നുള്ള കഡാവർ നായ്ക്കൾ നാഗർ കുർണൂലിൽ എത്തി. വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് നായ്ക്കളെ എത്തിച്ചത്. ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്ത സഹോദരനെതിരെയും ആരോപണം. യുവതിയെയും പെൺമക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിൽ ഭർത്ത സഹോദരനായ വൈദികന് പങ്കുണ്ടെന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.